വർക്ക് ഓൺ ടൈം എന്ന ടോപ്പിക്കിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് പോകാം. ഇതാണ് ചോദ്യം. 4 പുരുഷന്മാരും 6 സ്ത്രീകളും ചേർന്ന് ഒരു ജോലി 8 ദിവസം കൊണ്ട് തീർക്കും. 8 പുരുഷന്മാരും 12 സ്ത്രീകളും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? അല്ലെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 പുരുഷന്മാരും 6 സ്ത്രീകളും ചേർന്ന് ഒരു ജോലി 8 ദിവസം കൊണ്ട് തീർക്കും. 4 പുരുഷന്മാരും 6 സ്ത്രീകളും ചേർന്ന് ഒരു ജോലി 8 ദിവസം കൊണ്ട് തീർക്കും. അല്ലെ, എന്നിട്ട് എന്താ ചോദിക്കുന്നത്? 8 പുരുഷന്മാരും 12 സ്ത്രീകളും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? അല്ലെ, അപ്പോ ഇവിടെ ഒരു സംഭവം തന്നിട്ടുള്ളൂ. 4 പുരുഷന്മാരും 6 സ്ത്രീകളും ചേർന്ന് 8 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 8 പുരുഷന്മാരും 12 സ്ത്രീകളും ചേർന്ന് എത്ര ദിവസം കൊണ്ട് തീർക്കും? അല്ലെ, അപ്പൊ ഇവിടെ ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആദ്യം നമുക്ക് പറഞ്ഞേക്കുന്നത് 4 പുരുഷന്മാരും 6 സ്ത്രീകളും ചേർന്ന് 8 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയാണ്. അടുത്തത് ചോദിച്ചേക്കുന്നത് ഇതിനെ 2 കൊണ്ട് ഗുണിക്കുന്നതാണ്. അല്ലെ, 4 പുരുഷന്മാരുടെ ഇരട്ടി 8 പുരുഷന്മാർ, 6 സ്ത്രീകളുടെ ഇരട്ടി 12 സ്ത്രീകൾ. ശരിയല്ലേ? ആണ്. അപ്പോ 8 പുരുഷന്മാരും 12 സ്ത്രീകളും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാ ചോദ്യം. അപ്പോൾ ഈ വർക്ക് ഓൺ ടൈം എന്ന് പറയുന്നത് ദിവസങ്ങളുടെ എണ്ണവും ആളുകളുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ദിവസങ്ങളുടെ എണ്ണം കുറയും. ആളുകളുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് ആ ജോലി തീർക്കാൻ വേണ്ടി വരുന്ന ദിവസങ്ങളുടെ എണ്ണം കൂടും. അല്ലെ, അപ്പൊ ഇവിടെ ആളുകളുടെ എണ്ണം ഇരട്ടിയായപ്പോൾ ദിവസങ്ങൾ നേരെ പകുതി മതിയാകും. അതായത് ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ 10 പേര് ഒരു ജോലി 20 ദിവസം കൊണ്ട് തീർക്കുമെങ്കിൽ 10 പേര് ഒരു ജോലി 20 ദിവസം കൊണ്ട് തീർക്കുമെങ്കിൽ ഒരാൾ ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്ന് ചോദിക്കുമ്പോ ചിലര്, അതായത് PSC പരീക്ഷയ്ക്ക് എഴുതി തുടങ്ങുന്നവര്, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക മാത്രം ചെയ്യുന്നവര് ആലോചിക്കാൻ സാധ്യതയുള്ളത് ഒരാൾ ആ ജോലി 2 ദിവസം കൊണ്ട് ചെയ്യുമെന്ന് ആലോചിക്കും. പക്ഷെ അത് തെറ്റാണ്. 10 പേര് 20 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി ഒരാൾക്ക് 2 ദിവസം കൊണ്ട് ചെയ്യാൻ കഴിയുമോ? ഇല്ല. 10 പേര് 20 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി ഒരാൾ ചെയ്യുവാണെങ്കിൽ വേണ്ടി വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് 20 ഗുണം 10 ആണ്. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. ഒന്ന് കൂടുന്നതിനനുസരിച്ച് അടുത്തത് കുറയുന്നതിനെയാണ്, ഒന്ന് കുറയുന്നതിനനുസരിച്ച് അടുത്തത് കൂടുന്നതിനെയാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ 10 പേര് ഒരു ജോലി 20 ദിവസം കൊണ്ട് തീർക്കുമെങ്കിൽ ഒരാൾക്ക് ആ ജോലി തീർക്കാൻ വേണ്ട ദിവസങ്ങൾ 2 അല്ല. ഒരാൾക്ക് ആ ജോലി തീർക്കാൻ വേണ്ട ദിവസങ്ങൾ 2 അല്ല. ഒരാൾക്ക് ആ ജോലി തീർക്കാൻ വേണ്ടി വരുന്ന ദിവസങ്ങൾ 20 ഗുണം 10 200 ആണ്. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ വിപരീത അനുപാതം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെയും. 4 പുരുഷന്മാരും 6 സ്ത്രീകളും ചേർന്ന് 8 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 8 പുരുഷന്മാരും 12 സ്ത്രീകളും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് ചോദിക്കുമ്പോ ഇവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരുടെ ഇരട്ടി ആളുകൾ ഇവിടെ ഉണ്ട്. അല്ലെ, അപ്പൊ അവർക്ക് വേണ്ടി വരുന്ന സമയം എന്ന് പറയുന്നത് നേരത്തെ വേണ്ടി വന്ന സമയത്തിന്റെ പകുതി മതി. അതായത് 8 പുരുഷന്മാരും 12 സ്ത്രീകളും ചേർന്ന് ആ ജോലി ചെയ്യാൻ വേണ്ടി വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ദിവസങ്ങൾ 8 ആണ്. അതിന്റെ പകുതി ആയിരിക്കും 8/2 എത്ര ആയിരിക്കും? 4 ദിവസങ്ങളായിരിക്കും. ക്ലിയർ ആണോ? അപ്പോ എങ്ങനെ പറഞ്ഞു? 4 പുരുഷന്മാരും 6 സ്ത്രീകളും ചേർന്ന് 8 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി, അല്ലെ, 8 പുരുഷന്മാരും 12 സ്ത്രീകളും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്യും? അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? 4 പുരുഷന്മാരും 6 സ്ത്രീകളും ചേർന്ന് 2 ദിവസം കൊണ്ട്, 4 പുരുഷന്മാരും 6 സ്ത്രീകളും ചേർന്ന് 8 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയാണ്. ഇവിടെ അവരുടെ ഇരട്ടി ആളുകൾ ജോലിക്കുണ്ട്. നേരത്തെ 4 പുരുഷന്മാരുണ്ടായിരുന്ന സ്ഥാനത്ത് ഇവിടെ 8 പുരുഷന്മാരുണ്ട്. നേരത്തെ 6 സ്ത്രീകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇവിടെ 12 സ്ത്രീകളുണ്ട്. അല്ലെ, അപ്പോൾ 8 പുരുഷന്മാരും 12 സ്ത്രീകളും ചേർന്ന് എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്ന് ചോദിക്കുമ്പോ ദിവസങ്ങൾ ഇരട്ടിയായിട്ടുണ്ട്, ആളുകൾ ഇരട്ടിയായിട്ടുണ്ട്. അപ്പോൾ വേണ്ടി വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്നതിന്റെ പകുതി ആയിരിക്കും. അതായത് എത്ര ആയിരിക്കും? 8/2 ആയിരിക്കും, 4 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ചോദ്യം. ആ ടൈപ്പ് ഒരു ചോദ്യം കൂടാണ്. 5 പുരുഷന്മാരും 7 സ്ത്രീകളും ചേർന്ന് ഒരു ജോലി 8 ദിവസം കൊണ്ട് തീർക്കും. 10 പുരുഷന്മാരും 14 സ്ത്രീകളും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? അല്ലെ,
അപ്പോൾ 5 പുരുഷന്മാരുടെയും 7 സ്ത്രീകളുടെയും 8 ദിവസത്തെ ജോലി 10 പുരുഷന്മാരും 14 സ്ത്രീകളും ചേർന്ന് എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാണ് ചോദ്യം. നോക്കാം, നേരത്തെ നമ്മൾ ചെയ്തതുപോലെ നോക്കിയാൽ ഇവിടെ എങ്ങനെയാ പറയുന്നത്? 5 പുരുഷന്മാരും 7 സ്ത്രീകളും ചേർന്ന് എത്ര ദിവസം വേണ്ട ജോലിയാണ്? 8 ദിവസം വേണ്ട ജോലിയാണ് അല്ലെ? 5 പുരുഷന്മാരും 7 സ്ത്രീകളും ചേർന്ന് 8 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 10 പുരുഷന്മാരും 14 സ്ത്രീകളും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നാണ് ചോദ്യം അല്ലെ? ഇവിടെയും നേരത്തെ ഉണ്ടായിരുന്ന 5 പുരുഷന്മാരാണ്, അതിന്റെ ഇരട്ടി 10 പുരുഷന്മാരായിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നത് 7 സ്ത്രീകളായിരുന്നു, അതിന്റെ ഇരട്ടി 14 സ്ത്രീകളായിട്ടുണ്ട്. ആളുകളുടെ എണ്ണം ഡബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ദിവസങ്ങളുടെ എണ്ണം നേരത്തെ ഉണ്ടായിരുന്നതിന്റെ പകുതി മതിയാകും. അപ്പോൾ 8/2 മതിയാകും അല്ലെ? എത്രയായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? 4 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. 5 പുരുഷന്മാരും 7 സ്ത്രീകളും ചേർന്ന് 8 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 10 പുരുഷന്മാരും 14 സ്ത്രീകളും ചേർന്ന് 4 ദിവസം കൊണ്ട് ചെയ്യും. ശരിയല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. 6 പുരുഷന്മാരും 8 ആൺകുട്ടികളും ചേർന്ന് ഒരു ജോലി 10 ദിവസം കൊണ്ട് തീർക്കും. 26 പുരുഷന്മാരും 48 ആൺകുട്ടികളും ചേർന്ന് ആ ജോലി 2 ദിവസം കൊണ്ട് തീർക്കും. എങ്കിൽ 15 പുരുഷന്മാരും 20 ആൺകുട്ടികളും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും അല്ലെ? വർക്ക് ഓൺ ടൈമിലെ ഏറ്റവും സമയമെടുക്കുന്ന, അധികം ഷോർട്ട് കട്ടുകളും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു ചോദ്യമാണിത്. ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക്, വലിയ വലിയ എക്സാമുകൾക്കാണ് സാധാരണയായിട്ട് ഇത് ചോദിക്കുക. അപ്പോൾ എങ്ങനെയാ ചോദ്യം പറയുന്നത്? 6 പുരുഷന്മാരും 8 ആൺകുട്ടികളും ചേർന്ന് ഒരു ജോലി 10 ദിവസം കൊണ്ട് തീർക്കും അല്ലെ? 6 പുരുഷന്മാരാണെങ്കിൽ എത്ര ദിവസം? 6 പുരുഷന്മാരും 8 ആൺകുട്ടികളും 6 പുരുഷന്മാരും 8 ആൺകുട്ടികളും ചേർന്ന് 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയാണ് അല്ലെ? 6 പുരുഷന്മാരും 8 ആൺകുട്ടികളും ചേർന്ന് ചെയ്യുവാണെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും? 10 ദിവസം വേണ്ടി വരും. അതുപോലെ അടുത്ത് എങ്ങനെയാ പറയുന്നത്? 26 പുരുഷന്മാരും 48 ആൺകുട്ടികളും ചേർന്ന് ആ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണ്ടി വരും? 2 ദിവസം വേണ്ടി വരും അല്ലെ? അങ്ങനെയാണെങ്കിൽ 15 പുരുഷന്മാരും 20 ആൺകുട്ടികളും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാണ് ചോദ്യം അല്ലെ? അപ്പോ ഇവിടെ ഈ ടൈപ്പ് നമ്മൾ നേരത്തെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ആ ടൈപ്പ് നമ്മൾ ചെയ്തിട്ടുള്ളതിനകത്ത് 6 പുരുഷന്മാരോ 8 ആൺകുട്ടികളോ ഒരു ജോലി ഇത്ര ദിവസം കൊണ്ട് തീർക്കും. അങ്ങനെയാണെങ്കിൽ വേറെ ചോദ്യം, ബാക്കി ഇന്ന പേരുടെ കണ്ടുപിടിക്കാന്നുള്ള ചോദ്യമായിരുന്നു. അപ്പൊ ഇവിടെ അങ്ങനെയല്ല. 6 പുരുഷന്മാരും 8 ആൺകുട്ടികളും ചേർന്ന്, അവിടെ ഒന്നുകിൽ പുരുഷന്മാർ മാത്രമായിരുന്നു ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രമായിരുന്നു ജോലി ചെയ്യുന്നത്. ഇവിടോ 6 പുരുഷന്മാരും 8 ആൺകുട്ടികളും ചേർന്ന് ജോലിക്ക് വേണ്ടി വരുന്ന ദിവസങ്ങളാണ് 10. അതുപോലെ 26 പുരുഷന്മാരും 48 ആൺകുട്ടികളും ചേർന്ന് ജോലിക്ക് വേണ്ടി വരുന്ന ദിവസങ്ങളാണ് 2. അവർ ഒരുമിച്ചാണ് അവിടെ ജോലി ചെയ്യുന്നത് അല്ലെ? 15 പുരുഷന്മാരും 20 ആൺകുട്ടികളും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ എഴുതി നോക്കിയാൽ കണ്ട് ഇങ്ങനെ എഴുതാം. 6 പുരുഷന്മാർക്കും 8 ആൺകുട്ടികൾക്കും 10 ദിവസം വേണ്ട ജോലിയല്ലേ? 6 പുരുഷന്മാർക്കും 8 ആൺകുട്ടികൾക്കും 10 ദിവസം വേണ്ട ജോലി എന്ന് പറയുമ്പോ 60 പുരുഷന്മാരും 80 സ്ത്രീകളും ചെയ്യുന്ന ജോലിയാണ് അല്ലെ? 6 പുരുഷന്മാർക്ക് 10 ദിവസമായപ്പോ 60 പുരുഷന്മാരുടെ ജോലി 6 × 10 60 ആയി. 8 ആൺകുട്ടികളുടെ 10 ദിവസത്തെ ജോലിയായപ്പോ 8 × 10 80 ആയി. അപ്പൊ 60 പുരുഷന്മാരുടെയും 80 സ്ത്രീകളുടെയും ജോലി, അതാണ് 6 പുരുഷന്മാരുടെയും 8 ആൺകുട്ടികളുടെയും 10 ദിവസത്തെ ജോലി എന്ന് പറയുന്നത്. അടുത്ത എന്താ പറയുന്നത്? 26 പുരുഷന്മാരും 48 സ്ത്രീകളും ചേർന്ന് 2 ദിവസം കൊണ്ട് ചെയ്യുമെന്നല്ലേ പറയുന്നേ? അപ്പൊ 26 പുരുഷന്മാരുടെയും 48 സ്ത്രീകളുടെയും 2 ദിവസത്തെ ജോലി എന്ന് പറയുമ്പോ 26 × 2 52 പുരുഷന്മാരും 48 × 2 96 സ്ത്രീകളും ചെയ്യുന്ന ജോലിയാണ് അല്ലെ? 52 പുരുഷന്മാരും 96 കുട്ടികളും ചെയ്യുന്ന ജോലിയാണ്. സ്ത്രീകളല്ല, കുട്ടികളും ചെയ്യുന്ന ജോലിയാണ് അല്ലെ? അപ്പൊ ഒന്നുകൂടെ പറയാം. 6 പുരുഷന്മാരും 8 ആൺകുട്ടികളും ചേർന്ന് ഒരു ജോലി 10 ദിവസം കൊണ്ട് തീർക്കും അല്ലെ? 26 പുരുഷന്മാരും 48 ആൺകുട്ടികളും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും?
2 ദിവസം കൊണ്ട് തീർക്കും. 26 പുരുഷന്മാരും 48 ആൺകുട്ടികളും ചേർന്ന് ആ ജോലി 2 ദിവസം കൊണ്ട് തീർക്കും. അപ്പോൾ 6 പുരുഷന്മാരുടെയും 8 സ്ത്രീകളുടെയും 10 ദിവസത്തെ ജോലിയും 26 പുരുഷന്മാരുടെയും 48 6 പുരുഷന്മാരുടെയും 8 കുട്ടികളുടെയും 10 ദിവസത്തെ ജോലിയും 26 പുരുഷന്മാരുടെയും 48 കുട്ടികളുടെയും 2 ദിവസത്തെ ജോലിയും തുല്യമാണ്. അതായത് 60 പുരുഷന്മാരും 80 സ്ത്രീകളും ചെയ്യുന്ന ജോലി, 80 കുട്ടികളും ചെയ്യുന്ന ജോലിയും 26 ഗുണം 2 52 പുരുഷന്മാരും 96 സ്ത്രീകളും ചെയ്യുന്ന ജോലിയും 96 കുട്ടികളും ചെയ്യുന്ന ജോലിയും തുല്യമാണ്. അല്ലെ? ഈ പുരുഷന്മാരെ തമ്മിലുള്ള വ്യത്യാസം എത്ര? 8 അല്ലേ? 8 പുരുഷന്മാർ ഈക്വൽ ടു കുട്ടികൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? 16 അല്ലേ? അപ്പോൾ 8 പുരുഷന്മാർ ഈക്വൽ ടു 16 കുട്ടികളെന്ന് അതിൽ നിന്ന് നമുക്ക് കിട്ടും. 8 പുരുഷന്മാർ ഈക്വൽ ടു 16 കുട്ടികൾ. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ഒരു പുരുഷൻ ഈക്വൽ ടു എത്ര കുട്ടികൾ? 2 കുട്ടികൾ എന്ന് കിട്ടും. അപ്പോൾ 8 പുരുഷന്മാരെന്ന് പറയുന്നത് 16 കുട്ടികൾക്ക് തുല്യമാണ്. അപ്പോൾ ഒരു പുരുഷൻ എത്ര കുട്ടികൾക്ക് തുല്യമായിരിക്കും? 12 അല്ല, 2 കുട്ടികൾക്ക് തുല്യമായിരിക്കും. അല്ലെ? ഒരു പുരുഷൻ എന്ന് പറയുന്നത് 2 കുട്ടികൾക്ക് തുല്യമായിരിക്കും. ഓക്കെ, അപ്പോ ഇത്രയും ഒന്നുകൂടെ പറയാം. 6 പുരുഷന്മാരും 8 കുട്ടികളും ചേർന്ന് 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 26 പുരുഷന്മാരും 48 കുട്ടികളും ചേർന്ന് 2 ദിവസം കൊണ്ട് തീർക്കും. അല്ലെ? അപ്പോ 6 പുരുഷന്മാരുടെയും 8 കുട്ടികളുടെയും 10 ദിവസത്തെ ജോലി എന്ന് പറയുമ്പോൾ 6 ഗുണം 10 60 പുരുഷന്മാരും 8 ഗുണം 10 80 കുട്ടികളും ചെയ്യുന്ന ജോലിയാണ്. 26 പുരുഷന്മാരുടെ 2 ദിവസത്തെ ജോലി എന്ന് പറയുമ്പോൾ 26 ഗുണം 2 52 ആണ്. 52 പുരുഷന്മാരും 48 ഗുണം 2 96 കുട്ടികളും ചെയ്യുന്ന ജോലിയാണ്. അല്ലെ? അപ്പൊ ഇവിടുത്തെ പുരുഷന്മാരുടെ എണ്ണം 60 52 ആണ്. അപ്പോ 8 പുരുഷന്മാർ ഈക്വൽ ടു സ്ത്രീകളുടെ എണ്ണം 80 96 ആണ്. അപ്പോൾ എത്ര എന്ന് കിട്ടും? 16 കുട്ടികൾ എന്ന് കിട്ടും. അല്ലെ? 8 പുരുഷന്മാർ ഈക്വൽ ടു 16 കുട്ടികൾ. അപ്പോൾ ഒരു പുരുഷൻ ഈക്വൽ ടു എത്ര കുട്ടികൾ? 2 കുട്ടികൾ. ശരിയല്ലേ? അപ്പോൾ ഇതാണ് ഇതിന്റെ ഫസ്റ്റ് പാർട്ട്. ഇതിൽ നിന്ന് നമ്മൾ ആ പുരുഷന്മാരും കുട്ടികളും തമ്മിലുള്ള ഒരു അംശബന്ധം കണ്ടുപിടിച്ചു. എത്രയാണ് അംശബന്ധം? 1:2 എന്നുള്ളതാണ് അംശബന്ധം. അല്ലെ? ഇനി നമുക്ക് ചോദ്യത്തിലോട്ട് പോകാം. ഇനി നമുക്ക് 6 പുരുഷന്മാരും 8 ആൺകുട്ടികളും ചേർന്ന് അല്ലെ 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയല്ലേ? അപ്പൊ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 6 പുരുഷന്മാരും 8 ആൺകുട്ടികളും ചേർന്ന് 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി. അല്ലെ? അതാണ് നമ്മൾ എടുത്തത്. അതിന്റെ സെക്കൻഡ് പാർട്ട് എടുത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. 26 പുരുഷന്മാരും 48 ആൺകുട്ടികളും ചേർന്ന് 2 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി എന്നുള്ളത് എടുത്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ആയാലും ആൻസർ കിട്ടും. ഈ ജോലി 6 പുരുഷന്മാരും 8 ആൺകുട്ടികളും ചേർന്ന് 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 15 പുരുഷന്മാരും 20 ആൺകുട്ടികളും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നാണ് ചോദ്യം. അല്ലെ? 15 പുരുഷന്മാരും 20 ആൺകുട്ടികളും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള അംശബന്ധം 1:2 അല്ലേ? നമ്മൾ ഇതിനകത്ത് പുരുഷന്മാരെ ഈ 6നെ കുട്ടികളുടെ അംശബന്ധം കൊണ്ടും ഗുണിക്കണം. 6 ഗുണം 2 ചെയ്യണം. ഈ കുട്ടികളെ പുരുഷന്മാരുടെ അംശബന്ധം കൊണ്ടും ഗുണിക്കണം. അതായത് 6 ഗുണം 2 ചെയ്യുന്നു, 8 ഗുണം 1 ചെയ്യുന്നു. അപ്പൊ 6 ഗുണം 2 പ്ലസ് 8 ഗുണം 1 ഗുണം 10 ഡിവൈഡഡ് ബൈ താഴെ 15 ഗുണം എത്ര ചെയ്യേണ്ടത്? 2 ചെയ്യണം. 15 ഗുണം 2 പ്ലസ് 20 ഗുണം എത്ര ചെയ്യേണ്ടത്? 1. ശരിയല്ലേ? അത് ഇക്വേറ്റ് ചെയ്തൊക്കെ വേറെ രീതിയിൽ പറയാൻ ഇതിന്റെ ഇരട്ടി എടുക്കുന്നതാണ്. അതായത് ഇവിടെ നമ്മൾ പുരുഷന്മാരെ മാറ്റുന്നു. ഒന്നുകിൽ പുരുഷന്മാരെ മാറ്റി മൊത്തം നമ്മൾ കുട്ടികളിലോട്ടാക്കുക, അല്ലെങ്കിൽ കുട്ടികളെ മാറ്റി മൊത്തം പുരുഷന്മാരിലോട്ടാക്കുക. അതാണ് അവിടുത്തെ ലോജിക്ക്. 6 പുരുഷൻ, ഒരു പുരുഷന് പകരം 2 കുട്ടികളല്ലേ വേണ്ടേ? അപ്പോൾ 6 പുരുഷന്മാർക്ക് പകരം എത്ര കുട്ടികൾ വേണ്ടി വരും? 6ന്റെ ഇരട്ടി 12 കുട്ടികൾ വേണ്ടി വരും. അതാണ് ഇവിടെ 6 ഗുണം 2 നമ്മൾ 12 എന്ന് ചെയ്തത്. കുട്ടികളായിട്ട് തന്നെ നിൽക്കണം. 8 കുട്ടികൾക്ക് പകരം 8 കുട്ടികൾ തന്നെ. താഴെ 15 പുരുഷന്മാർക്ക് പകരം നമുക്ക് 15 ഗുണം 2 അതിന്റെ ഇരട്ടി, ഒരു പുരുഷന് പകരം 2 കുട്ടികളാണ് വേണ്ടത്.
അപ്പോൾ 15 പുരുഷന്മാർക്ക് പകരം 15 ഗുണം 2 30 കുട്ടികളാണ് വേണ്ടത്. അതാണ് അതിന്റെ ലോജിക്ക്. അതിന് പകരം നമ്മൾ ആ LCM വെച്ചിട്ട് ഗുണിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചെയ്യുമ്പോൾ 6 ഗുണം 2 12 അല്ലെ, പ്ലസ് 8 ഗുണം 1 8, അതായത് 12 അധികം 8 20 പേരുടെ 10 ദിവസത്തെ ജോലി. 15 ഗുണം 2 30 അധികം 20 ഗുണം 1 20 അല്ലെ. അപ്പോ 12 അധികം 8 20 പുരുഷന്മാരുടെ 10 ദിവസത്തെ ജോലി 50 പേര് എത്ര ദിവസം കൊണ്ട് ചെയ്യും? 20 പേരുടെ 10 ദിവസത്തെ ജോലി 50 പേര് എത്ര ദിവസം കൊണ്ട് ചെയ്യും? അല്ലെ, എന്ത് ചെയ്യാം? 0 0 കൂടെ വെട്ടാം അല്ലെ, 20 5 കൂടെ വെട്ടാം. 20 5 കൂടെ വെട്ടുമ്പോ എത്ര തവണയാണ്? 4 തവണയാണ്. ശരിയല്ലേ? അപ്പൊ എത്രയാണ് ഇനി ബാക്കിയുള്ളത്? 4 അല്ലേ. അപ്പൊ എത്ര ദിവസങ്ങളാണ് വേണ്ടി വരുന്നത്? 4 ദിവസങ്ങളാണ് വേണ്ടി വരുന്നത്. ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാം, ഇച്ചിരി ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മൊത്തത്തിൽ ഒന്നുകൂടെ പറയാം. ഇങ്ങനെയാണ് ചോദ്യം പറയുന്നത്. 6 പുരുഷന്മാരും 8 സ്ത്രീകളും ചേർന്ന് 8 കുട്ടികളും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി? 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 26 പുരുഷന്മാരും 48 സ്ത്രീകളും ചേർന്ന് 48 കുട്ടികളും ചേർന്ന് 2 ദിവസം കൊണ്ട് തീർക്കും അല്ലെ. എങ്കിൽ 15 പുരുഷന്മാരും 20 ആൺകുട്ടികളും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? അപ്പോ 6 പുരുഷന്മാരുടെയും 8 കുട്ടികളുടെയും 10 ദിവസത്തെ ജോലി എന്ന് പറയുമ്പോൾ 60 പുരുഷന്മാരുടെയും 80 കുട്ടികളുടെയും ജോലിയാണ് അല്ലെ. 26 പുരുഷന്മാരുടെയും 48 കുട്ടികളുടെയും 2 ദിവസത്തെ ജോലി എന്ന് പറയുമ്പോൾ 52 പുരുഷന്മാരുടെയും 96 സ്ത്രീകളുടെയും 96 കുട്ടികളുടെയും ജോലിയാണ്. അപ്പോ ഇവിടുത്തെ പുരുഷന്മാർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 8 ആണ്. 8 പുരുഷന്മാർ ഈക്വൽ ടു സ്ത്രീകൾ തമ്മിലുള്ള വ്യത്യാസം 16 ആണ് അല്ലെ. 16 കുട്ടികൾ തമ്മിലുള്ള വ്യത്യാസം 16 ആണ്. അപ്പോൾ 8 പുരുഷന്മാർ ഈക്വൽ ടു 16 കുട്ടികൾ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒരു പുരുഷൻ ഈക്വൽ ടു 2 കുട്ടികൾ എന്ന് കിട്ടും അല്ലെ. ഒരു പുരുഷൻ എന്ന് പറയുന്നത് 2 കുട്ടികൾക്ക് തുല്യമാണ്. ഇത്രയും ചെയ്തിട്ട് നമ്മൾ ചെയ്തത് നേരത്തെ 6 പുരുഷന്മാരുടെയും 8 ആൺകുട്ടികളുടെയും 10 ദിവസത്തെ ജോലി എന്നുള്ളത് വെച്ചായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു സെക്കൻഡ് പാർട്ട് വെച്ച് വേണേലും ചെയ്യാം, സെക്കൻഡ് പാർട്ട് ഇത് വെച്ച് വേണേലും ചെയ്യാം. നമുക്ക് ഇത് വെച്ചുകൂടെ ഒന്ന് ചെയ്ത് നോക്കാം. 26 പുരുഷന്മാരും 48 ആൺകുട്ടികളും ചേർന്ന് 2 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി അല്ലെ. 26 പുരുഷന്മാരും 48 ആൺകുട്ടികളും ചേർന്ന് 2 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി എത്ര നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 15 പുരുഷന്മാരും 20 ആൺകുട്ടികളും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? പുരുഷന്മാരുടെ എണ്ണത്തിന് ആൺകുട്ടികളുടെ അംശബന്ധം കൊണ്ടും ആൺകുട്ടികളുടെ എണ്ണത്തിന് പുരുഷന്മാരുടെ അംശബന്ധം ഗുണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ 26 ഗുണം 2 പ്ലസ് 48 ഗുണം 1 ആണ്, ഗുണിച്ചില്ലേലും കുഴപ്പമില്ല, ഡിവൈഡഡ് ബൈ 15 ഗുണം 2 പ്ലസ് 20 ഗുണം 1 അല്ലെ. ഇവരുടെ ദിവസങ്ങൾ എത്ര ആയിരുന്നു? 2 ദിവസങ്ങളല്ലായിരുന്നോ? അപ്പോ 26 ഗുണം 2 ആയപ്പോ 52, 48 ഗുണം 1 ആയപ്പോ 48, 52 അധികം 48 ഗുണം 2 ഡിവൈഡഡ് ബൈ 15 ഗുണം 2 ആയപ്പോ 30 അധികം 20 ഗുണം 1 ആയപ്പോൾ 20 അല്ലെ. അപ്പോൾ 52 അധികം 48 എന്ന് പറയുമ്പോൾ 100, 100 ഗുണം 2 ബൈ 50 ശരിയല്ലേ. 50 100 വെട്ടിയാൽ 50ന്റെ ഇരട്ടിയാണ് 100 അല്ലെ. 2 ഗുണം 2 എത്ര എന്ന് കിട്ടി? 4 ദിവസങ്ങൾ. അപ്പോൾ എത്ര ദിവസങ്ങൾ കൊണ്ടാണ് 15 ആൺകുട്ടികളും 15 പുരുഷന്മാരും 20 ആൺകുട്ടികളും ആ ജോലി തീർക്കുന്നത്? 4 ദിവസങ്ങൾ കൊണ്ടാണ്. ശരിയല്ലേ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആ ടൈപ്പ് വേറെ ചോദ്യം നമുക്ക് നോക്കാം. 4 പുരുഷന്മാരും 6 സ്ത്രീകളും ചേർന്ന് ഒരു ജോലി 8 ദിവസം കൊണ്ട് തീർക്കും. 3 പുരുഷന്മാരും 7 സ്ത്രീകളും ചേർന്ന് ആ ജോലി 10 ദിവസം കൊണ്ട് തീർക്കും. 10 സ്ത്രീകൾ മാത്രം ജോലി ചെയ്താൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും അല്ലെ. അപ്പോ നമുക്ക് എഴുതി നോക്കിയാലോ. എങ്ങനെയാ പറയുന്നത്? 4 പുരുഷന്മാരുടെയും 6 സ്ത്രീകളുടെയും 8 ദിവസത്തെ ജോലിയും 3 പുരുഷന്മാരുടെയും 7 സ്ത്രീകളുടെയും 10 ദിവസത്തെ ജോലിയും തുല്യമാണ് അല്ലെ. അപ്പോൾ 4 പുരുഷന്മാരുടെ 8 ദിവസത്തെ ജോലി എന്ന് പറയുമ്പോൾ മൊത്തം 32 ആയി. 32 പുരുഷന്മാരും 8 പുരുഷന്മാരുടെ 6 ദിവസത്തെ ജോലി എന്ന് പറയുമ്പോൾ
എത്രയായി? 6 8 48 സ്ത്രീകളുമായി അല്ലെ, 32 പുരുഷന്മാരും 48 സ്ത്രീകളുമായി. ഇവിടെ ആകുമ്പോ 10 ഗുണം 3 30 പുരുഷന്മാരും 10 ഗുണം 7 70 സ്ത്രീകളുമായി അല്ലെ. അപ്പൊ പുരുഷന്മാരുടെ എണ്ണങ്ങൾ തമ്മിൽ നമ്മൾ മൈനസ് ചെയ്താൽ 2 പുരുഷന്മാർ ഈക്വൽ ടു സ്ത്രീകളുടെ എണ്ണം തമ്മിൽ മൈനസ് ചെയ്താൽ 22 സ്ത്രീകൾ. 2 പുരുഷന്മാർ ഈക്വൽ ടു 22 സ്ത്രീകൾ. ചെറുതാക്കിയാൽ ഒരു പുരുഷൻ ഈക്വൽ ടു 11 സ്ത്രീകൾ എന്ന് കിട്ടും അല്ലെ. ഒരു പുരുഷൻ എന്ന് പറയുന്നത് 11 സ്ത്രീകൾക്ക് തുല്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി കണ്ടുപിടിക്കേണ്ടതിലോട്ട് പോകാം. എന്തായിരുന്നു പറയുന്നത്? 4 പുരുഷന്മാരും 6 സ്ത്രീകളും ചേർന്ന് ഒരു ജോലി 8 ദിവസം കൊണ്ട് ചെയ്യും അല്ലെ. കണ്ടുപിടിക്കേണ്ടത് 10 സ്ത്രീകൾ മാത്രം ജോലി ചെയ്താൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെയാ പറഞ്ഞേ? ഇവിടെ പുരുഷന്മാരുടെ എണ്ണത്തിനെ ഏതുകൊണ്ട് ഗുണിക്കണം? സ്ത്രീകളുടെ അംശബന്ധം കൊണ്ടും സ്ത്രീകളുടെ എണ്ണത്തിന് പുരുഷന്മാരുടെ അംശബന്ധം കൊണ്ടുമാണ് നമ്മൾ ഇവിടെ ഗുണിക്കേണ്ടത്. അപ്പൊ എങ്ങനെ വരും? നമുക്ക് ഇവിടെ 4 ഗുണം 11 പ്ലസ് 6 ഗുണം 1 അല്ലെ ഗുണം 8 ഡിവൈഡഡ് ബൈ 10 സ്ത്രീകളാ പറയുന്നത്, പുരുഷന്മാർ അവിടെ ഇല്ല, അപ്പൊ ഗുണിക്കേണ്ട. സ്ത്രീകളുടെ കൊണ്ടും 10 ഇൻറ്റു സ്ത്രീകളുടെ പുരുഷന്മാരുടെ അംശബന്ധം കൊണ്ടല്ലേ ഗുണിക്കേണ്ട, ഒന്നല്ലേ, 10 ഗുണം 1 1 അല്ലെ. അപ്പൊ 4 ഗുണം 11 44, 6 ഗുണം 1 6 ഗുണം 8 അല്ലെ ബൈ 10 ശരിയല്ലേ. 44 അധികം 6 50, 50 ഗുണം 8 ബൈ 10 എന്ന് വരും. ഓരോ 0 ഒഴിവാക്കാം, 0 ഒഴിവാകുമ്പോ 5 ഗുണം 8 എത്ര എന്ന് കിട്ടി? 40 എന്ന് കിട്ടി അല്ലെ. അപ്പൊ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീരും? 40 ദിവസം കൊണ്ട് അവർ ആ ജോലി തീർക്കും. ശരിയാണോ? ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ചോദ്യം പറയുന്നത് 4 പുരുഷന്മാരും 6 സ്ത്രീകളും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്യും ഒരു ജോലി? 8 ദിവസം കൊണ്ട് ചെയ്യും അല്ലെ. 4 പുരുഷന്മാരും 6 സ്ത്രീകളും ചേർന്ന് 8 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 3 പുരുഷന്മാരും എത്ര സ്ത്രീകളുമാണെങ്കിൽ 3 പുരുഷന്മാരും 7 സ്ത്രീകളുമാണെന്നുണ്ടെങ്കിൽ 10 ദിവസം കൊണ്ട് തീർക്കും അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 സ്ത്രീകൾ മാത്രം ജോലി ചെയ്താൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് ചോദ്യം. അപ്പൊ എങ്ങനെ നമ്മൾ ചെയ്യുന്നത്? 4 പുരുഷന്മാരുടെയും 6 സ്ത്രീകളുടെയും 8 ദിവസത്തെ ജോലി എന്ന് പറയുമ്പോ 4 പുരുഷന്മാരുടെയും 6 സ്ത്രീകളുടെയും 8 ദിവസത്തെ ജോലി എന്ന് പറയുമ്പോൾ 4 ഗുണം 8 32 അല്ലെ. 4 പുരുഷന്മാരുടെ 8 ദിവസത്തെ ജോലി ആയപ്പോൾ 32 ആയി. 6 സ്ത്രീകളുടെ 8 ദിവസത്തെ ജോലി ആയപ്പോൾ 6 ഗുണം 8 48 ആയി അല്ലെ. അപ്പോൾ 32 പുരുഷന്മാരും 48 സ്ത്രീകളും ചെയ്യുന്ന ജോലി 3 പുരുഷന്മാരുടെയും 7 സ്ത്രീകളുടെയും 10 ദിവസത്തെ ജോലി എന്ന് പറയുമ്പോൾ 3 ഗുണം 10 30, 7 ഗുണം 10 70 അല്ലെ. അപ്പോ പുരുഷന്മാരുടെ എണ്ണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 2 ആണ്, സ്ത്രീകളുടെ എണ്ണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 22 ആണ് അല്ലെ. പുരുഷന്മാരുടെ എണ്ണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 2, സ്ത്രീകളുടെ എണ്ണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 22. അപ്പൊ ഒരു പുരുഷൻ ഈക്വൽ ടു എത്ര സ്ത്രീകൾ എന്ന് കിട്ടി? 11 സ്ത്രീകൾ എന്ന് കിട്ടി. ശരിയല്ലേ. ഇനി നമ്മുടെ ചോദ്യം എങ്ങനായിരുന്നു? 4 പുരുഷന്മാരും 6 സ്ത്രീകളും ചേർന്ന് 8 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി, 4 പുരുഷന്മാരും 6 സ്ത്രീകളും ചേർന്ന് 8 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 10 സ്ത്രീകൾ മാത്രം ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീർക്കും അല്ലെ. അപ്പോ 4 പുരുഷന്മാരെ മാറ്റി നമ്മൾ സ്ത്രീകളിലോട്ടാക്കുന്നു. സ്ത്രീകളിലോട്ടാക്കാൻ നമ്മൾ ചെയ്യുന്നത് ഇവിടെ പുരുഷന്മാരുടെ എണ്ണത്തിന് സ്ത്രീകളുടെ അംശബന്ധം കൊണ്ടും സ്ത്രീകളുടെ എണ്ണത്തിന് പുരുഷന്മാരുടെ അംശബന്ധം കൊണ്ടും ഗുണിക്കുകയാണ് ചെയ്യുന്നത്. 4 ഗുണം 11 പ്ലസ് 6 ഇൻറ്റു 8 അല്ലെ ബൈ 10 ശരിയല്ലേ. അപ്പോ 4 ഗുണം 11 ആയപ്പോ 44 പ്ലസ് 6, 44 അധികം 6 പേരുടെ 8 ദിവസത്തെ ജോലി 10 പേര് എത്ര ദിവസം കൊണ്ട് തീർക്കും? 44 അധികം 6 ആയപ്പോ 50 ആയി. 50 ഗുണം 8 ബൈ 10 അല്ലെ. 0 വെട്ടി 5 ഗുണം 8 എത്ര എന്ന് കിട്ടും? 40 എന്ന് കിട്ടും. അപ്പോ 10 സ്ത്രീകൾ മാത്രം ജോലി ചെയ്താൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? 40 ദിവസം കൊണ്ട് തീർക്കും അല്ലെ. അടുത്ത ചോദ്യം നോക്കാം. ഇതാണ് ചോദ്യം.
2 പുരുഷന്മാരും 3 കുട്ടികളും ചേർന്ന് ഒരു ജോലി 10 ദിവസം കൊണ്ട് തീർക്കും. 3 പുരുഷന്മാരും 2 കുട്ടികളും ചേർന്ന് ആ ജോലി 8 ദിവസം കൊണ്ട് തീർക്കും എങ്കിൽ 2 പുരുഷന്മാരും 1 കുട്ടിയും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? അല്ലെ? അപ്പോൾ 2 പുരുഷന്മാരുടെയും 3 കുട്ടികളുടെയും 10 ദിവസത്തെ ജോലിയും അല്ലെ 3 പുരുഷന്മാരുടെയും 2 കുട്ടികളുടെയും 8 ദിവസത്തെ ജോലിയും തുല്യമാണ്. 2 പുരുഷന്മാരുടെ 10 ദിവസത്തെ ജോലി എന്ന് പറയുമ്പോൾ 20 പുരുഷന്മാരും 30 കുട്ടികളും ചെയ്യുന്ന ജോലിയാണ്. 3 പുരുഷന്മാരുടെ 8 ദിവസത്തെ ജോലി എന്ന് പറയുമ്പോൾ 24 പുരുഷന്മാരും 2 കുട്ടികളുടെ 8 ദിവസത്തെ ജോലി എന്ന് പറയുമ്പോൾ 16 കുട്ടികളും ചെയ്യുന്ന ജോലിയുമാണ്. അല്ലെ? പുരുഷന്മാർ തമ്മിലുള്ള എണ്ണത്തിന്റെ അംശബന്ധം എന്ന് പറയുമ്പോൾ 4 ആണ്. 4 പുരുഷന്മാർ ഈക്വൽ ടു സ്ത്രീകൾ തമ്മിലുള്ള എണ്ണത്തിന്റെ അംശബന്ധം എന്ന് പറയുമ്പോൾ 14 ആണ്. 14 കുട്ടികൾ. അല്ലെ? അപ്പോൾ 4 പുരുഷന്മാർ ഈക്വൽ ടു 14 കുട്ടികളാണ്. ചെറുതാക്കിയാൽ 2 പുരുഷന്മാർ ഈക്വൽ ടു 7 കുട്ടികളാണ്. അല്ലെങ്കിൽ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള എണ്ണത്തിന്റെ അംശബന്ധം എന്ന് പറയുന്നത് 2:7 ആണ്. അല്ലെ? ഇനി അടുത്തതിലോട്ട് നമുക്ക് പോയാൽ, ബാക്കിയിലോട്ട് പോയാൽ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്: 2 പുരുഷന്മാരും 3 കുട്ടികളും ചേർന്ന് 2 പുരുഷന്മാരും 3 കുട്ടികളും ചേർന്ന് 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി. 2 പുരുഷന്മാരും 3 കുട്ടികളും ചേർന്ന് 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 പുരുഷന്മാരും 1 കുട്ടിയും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നാണ്. 2 പുരുഷന്മാരും 1 കുട്ടിയും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്യും? അല്ലെ? അപ്പൊ 2 പുരുഷന്മാരും 3 കുട്ടികളും ഇതിൽ നമുക്ക് ഏകീകരിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് പുരുഷന്മാരെ സ്ത്രീകളുടെ റേഷ്യോ കൊണ്ടും സ്ത്രീകളെ പുരുഷന്മാരുടെ റേഷ്യോ കൊണ്ടും അല്ലേ ഗുണിക്കുന്നത്. അപ്പോ 2 ഗുണം 7 അല്ലേ വരുന്നത്, പ്ലസ് 3 ഗുണം 2 വരത്തില്ലേ, ഗുണം 10 അല്ലെ, ഡിവൈഡഡ് ബൈ 2 ഗുണം 7 അല്ലെ, 2 ഗുണം 7 പ്ലസ് 1 ഗുണം 2 ശരിയല്ലേ. 2 ഗുണം 7 14 അധികം 3 ഗുണം 2 6. അത്രയും പേരുടെ 10 ദിവസത്തെ ജോലി. 2 ഗുണം 7 14 അധികം 1 ഗുണം 2 2 അല്ലെ. 14 അധികം 6 20. 20 ഗുണം 10 ഡിവൈഡഡ് ബൈ 14 അധികം 2 16. അതായത് 20 പേരുടെ 10 ദിവസത്തെ ജോലി 16 പേര് എത്ര ദിവസം കൊണ്ട് തീർക്കും? അല്ലെ? 20നെയും 16നെയും നമുക്ക് എത്ര കൊണ്ട് വെട്ടാം? 4 കൊണ്ട് വെട്ടാം. 20ൽ 4 എത്ര തവണയാണ്? 5 തവണയാണ്. അല്ലെ? 16ൽ 4 എത്ര തവണയാണ്? 4 തവണയാണ്. ഇനി 4ഉം 10 കൂടെ നമുക്ക് 2 കൊണ്ട് വെട്ടാം. 10ന്റെ പകുതി 5, 4ന്റെ പകുതി 2. ഇനി ബാക്കിയുള്ളത് 5 ഗുണം 5 25. 25 ബൈ 2 എന്ന് പറയുമ്പോൾ 25ന്റെ പകുതി എത്രയാണ്? 12.5 12.5 ആണ്. അല്ലെ? അപ്പോൾ എത്ര ദിവസങ്ങൾ കൊണ്ടാണ് അവർ തീർക്കുന്നത്? 12.5 ദിവസങ്ങൾ കൊണ്ടാണ് അവർക്ക് ആ ജോലി തീർക്കാൻ കഴിയുന്നത്. ഒന്നുകൂടെ പറയാം: 2 പുരുഷന്മാരുടെയും 3 കുട്ടികളുടെയും 10 ദിവസത്തെ ജോലിയും അല്ലെ 3 പുരുഷന്മാരുടെയും 8 കുട്ടികളുടെയും എത്രയാണ്? 3 പുരുഷന്മാരുടെയും 2 കുട്ടികളുടെയും 8 ദിവസത്തെ ജോലിയും തുല്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 പുരുഷന്മാരും 1 കുട്ടിയും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നുള്ളതാണ്. അല്ലെ? നമ്മൾ ഗുണിക്കുമ്പോൾ 2 പുരുഷന്മാരുടെയും 3 കുട്ടികളുടെയും 10 ദിവസത്തെ ജോലി എന്നുള്ളത് ഗുണിക്കുമ്പോൾ 2 പുരുഷന്മാരുടെ 10 ദിവസത്തെ ജോലി ആകുമ്പോൾ 20 ആകും. അല്ലെ? 20 പുരുഷന്മാരാകും. 3 കുട്ടികളുടെ 10 ദിവസത്തെ ജോലിയാകുമ്പോൾ 30 ആകും. അല്ലെ? 20 പുരുഷന്മാരും 30 കുട്ടികളും ചെയ്യുന്ന ജോലിയും. ഇവിടെ 3 ഗുണം 8 24 പുരുഷന്മാരും 2 ഗുണം 8 16 കുട്ടികളും ചെയ്യുന്ന ജോലിയും തുല്യമാണ്. അപ്പോൾ പുരുഷന്മാർ തമ്മിലുള്ള എണ്ണത്തിലെ വ്യത്യാസം 4 ആണ്. 4 പുരുഷന്മാർ ഈക്വൽ ടു കുട്ടികൾ തമ്മിലുള്ള എണ്ണത്തിലെ വ്യത്യാസം 14 ആണ്. 4 പുരുഷന്മാർ ഈക്വൽ ടു 14 കുട്ടികൾ. അല്ലെ? അതിൽ നിന്ന് ചെറുതാക്കിയാൽ 2 പുരുഷന്മാർ ഈക്വൽ ടു 7 കുട്ടികൾ എന്ന് കിട്ടും. അല്ലെങ്കിൽ പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള കുട്ടികളും തമ്മിലുള്ള അംശബന്ധം 2:7 എന്ന് കിട്ടി. അല്ലെ? പുരുഷന്മാരും കുട്ടികളും തമ്മിലുള്ള അംശബന്ധം 2:7 ആണ്. ഇനി എങ്ങനെയാ ചോദ്യം? 2 പുരുഷന്മാരും 3 കുട്ടികളും ചേർന്ന് 2 പുരുഷന്മാരും 3 കുട്ടികളും ചേർന്ന് 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി. അല്ലെ? 2 പുരുഷന്മാരും 3 കുട്ടികളും ചേർന്ന് 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 3 പുരുഷന്മാരും 2 കുട്ടികളും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്യും? എങ്ങനെ നമ്മൾ പറഞ്ഞത്? പുരുഷന്മാരുടെ എണ്ണത്തിന് സ്ത്രീകളുടെ അംശബന്ധം കൊണ്ടും സ്ത്രീകളുടെ എണ്ണത്തിന് പുരുഷന്മാരുടെ അംശബന്ധം കൊണ്ടും ഗുണിക്കണം. അപ്പോൾ 2 ഗുണം 7 പ്ലസ് 3 ഗുണം 2 ഗുണം 10 അല്ലെ, ഡിവൈഡഡ് ബൈ
3 ഗുണം 7 പ്ലസ് 3 പുരുഷന്മാരും 2 കുട്ടികളും അല്ല, 2 പുരുഷന്മാരും 1 കുട്ടിയും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. 3 പുരുഷന്മാരും 2 കുട്ടികളും അല്ല, 2 പുരുഷന്മാരും 1 കുട്ടിയും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യുമ്പോ എങ്ങനെയാ വരുന്നത്? 2 ഗുണം 2 പുരുഷന്മാരും 1 കുട്ടിയും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ 2 പുരുഷന്മാരെന്ന് പറയുമ്പോൾ 2 ഗുണം 7 അല്ലെ, പ്ലസ് 1 ഗുണം 2, 2 ഗുണം 7 14, പ്ലസ് 3 ഗുണം 2 6 ഗുണം 10 ഡിവൈഡഡ് ബൈ 2 ഗുണം 7 14 പ്ലസ് 1 ഗുണം 2 2 അല്ലെ. 14 അധികം 6 20, 20 പേരുടെ 10 ദിവസത്തെ ജോലി. 14 അധികം 2 16, 16 പേര് എത്ര ദിവസം കൊണ്ട് തീർക്കും? ശരിയല്ലേ? 20 നമുക്ക് 4 കൊണ്ട് വെട്ടാം. എത്ര പ്രാവശ്യം? 5 തവണ. 16 നമുക്ക് 4 കൊണ്ട് വെട്ടാം, 4 തവണ. 4നെയും 10നെയും നമുക്ക് 2 കൊണ്ട് വെട്ടാം. 10ന്റെ പകുതി 5, 4ന്റെ പകുതി 2 അല്ലെ. 5 ഗുണം 5 25, 25 ബൈ 2 എത്ര എന്ന് കിട്ടി? 12.5 അല്ലെ. അപ്പോ എത്രയാണ് ആൻസർ? 12.5 ആണ് ആൻസർ. 12.5 ദിവസങ്ങൾ, 12.5 ദിവസങ്ങളാണ് അവർക്ക് ആ ജോലി തീർക്കാൻ വേണ്ടി വരുന്നത്. അപ്പോ വർക്ക് ഓൺ ടൈമിന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ ഈ തന്നേക്കുന്നത്. മിക്കവാറും ചോദിച്ച ചോദ്യങ്ങൾ ടൈപ്പുകളെല്ലാം കവർ ആയിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ഇത് വർക്ക് ഓൺ ടൈം ആണോ എന്ന് ചോദിച്ചാൽ വർക്ക് ഓൺ ടൈം ആണെന്ന് തോന്നാം. പക്ഷെ വർക്ക് ഓൺ ടൈം അല്ലാതെ എന്താണ് റേഷ്യോ വെച്ചിട്ടോ ക്രോസ് ചെയ്തോ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ എന്താ ചോദ്യം പറയുന്നത്? രാധ 10 മിനിറ്റിനുള്ളിൽ 5 കുപ്പി അച്ചാർ നിറയ്ക്കാൻ കഴിയും അല്ലെ. 10 മിനിറ്റിനുള്ളിൽ റാമിന് 4 കുപ്പി അച്ചാർ നിറയ്ക്കാൻ കഴിയും. 9 മണിക്കൂറിനുള്ളിൽ 2 പേരും എത്ര കുപ്പികൾ നിറയ്ക്കും? അപ്പോ രാധ 10 മിനിറ്റിൽ എത്ര കുപ്പി അച്ചാർ നിറയ്ക്കും? 5 കുപ്പി അച്ചാർ നിറയ്ക്കും അല്ലെ. റാമോ 10 മിനിറ്റിൽ 4 കുപ്പി അച്ചാറും നിറയ്ക്കും അല്ലെ. അപ്പോ 2 പേരുടെ 10 മിനിറ്റിൽ എത്ര കുപ്പി അച്ചാർ നിറയ്ക്കും? 9 കുപ്പി അച്ചാർ നിറയ്ക്കത്തില്ലേ? 2 പേരുടെ അപ്പോൾ 10 മിനിറ്റിൽ 9 കുപ്പി അച്ചാർ നിറയ്ക്കും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 9 മണിക്കൂറിനുള്ളിൽ 2 പേർക്കും എത്ര കുപ്പികൾ നിറയ്ക്കാൻ കഴിയുമെന്ന ചോദ്യം. ഇവിടെ നമ്മൾ മിനിറ്റിലല്ലേ എടുത്തേക്കുന്നത്. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് 9 മണിക്കൂറിലെയാണ്. ഈ 9 മണിക്കൂർ എന്ന് പറയുമ്പോ നമ്മൾ ഇതിനെയും മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്താൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരേ ക്വാണ്ടിറ്റി ആയാൽ, ഒരേ യൂണിറ്റ് ആയാൽ. ഇവിടെ നമുക്ക് മിനിറ്റിലായതുകൊണ്ട് ഇവിടെ മണിക്കൂറിലുള്ളതിനെ നമ്മൾ മിനിറ്റിലോട്ട് മാറ്റണം. 9നെ നമ്മൾ മിനിറ്റിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ 9 ഗുണം 60 ചെയ്യണം. അപ്പൊ എത്ര എന്ന് കിട്ടും? 540 മിനിറ്റ് എന്ന് കിട്ടും. അപ്പോൾ 10 മിനിറ്റിൽ 9 കുപ്പി അച്ചാർ നിറയ്ക്കുമെങ്കിൽ 540 മിനിറ്റിൽ എത്ര കുപ്പി അച്ചാർ നിറയ്ക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. 10 മിനിറ്റിൽ 2 പേരും കൂടി എത്ര കുപ്പി അച്ചാർ നിറയ്ക്കും? 9 കുപ്പി അച്ചാർ നിറയ്ക്കും. അങ്ങനെയാണെങ്കിൽ 540 മിനിറ്റിൽ എത്ര കുപ്പി അച്ചാർ നിറയ്ക്കും എന്നുള്ളത് കണ്ടുപിടിക്കണം. എത്ര കുപ്പി അച്ചാർ നിറയ്ക്കും എന്നുള്ളത് കണ്ടുപിടിക്കണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 540 ഗുണം 9 ബൈ 10 എന്ന് കിട്ടും അല്ലെ. 0 0 കൂടെ വെട്ടാം. 4 ഗുണം 9 36, ശിഷ്ടം 3, 9 ഗുണം 5 45 ഗുണം 3 48, പ്ലസ് 3 48. എത്രയാണ് ആൻസർ? 486 ആണ്. അപ്പൊ ചോദ്യം ഒന്നുകൂടെ പറയാം. രാധയ്ക്ക് 10 മിനിറ്റിനുള്ളിൽ 5 കുപ്പി അച്ചാർ നിറയ്ക്കാൻ കഴിയും അല്ലെ. 10 മിനിറ്റിനുള്ളിൽ റാമിന് എത്ര കുപ്പി അച്ചാർ നിറയ്ക്കാൻ കഴിയും? 10 മിനിറ്റിനുള്ളിൽ റാമിന് 4 കുപ്പി അച്ചാർ നിറയ്ക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഇവർ 2 പേരോട് ഒരുമിച്ച് 9 മണിക്കൂർ കൊണ്ട് എത്ര കുപ്പി അച്ചാർ നിറയ്ക്കും എന്നുള്ളതാണ് ചോദ്യം അല്ലെ. അപ്പോ എന്താണ് ഇത്? റേഷ്യോ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. രാധയ്ക്ക് 10 മിനിറ്റിനുള്ളിൽ 5 കുപ്പി അച്ചാർ നിറയ്ക്കാൻ കഴിയും. റാമിന് 10 മിനിറ്റിനുള്ളിൽ 4 കുപ്പി അച്ചാർ നിറയ്ക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ 2 പേരും കൂടി 10 മിനിറ്റ് കൊണ്ട് നിറയ്ക്കുന്നത് 5 അധികം 4 9 കുപ്പി അച്ചാറാണ് അല്ലെ. അപ്പൊ 10 മിനിറ്റില് 9 കുപ്പി അച്ചാർ നിറയ്ക്കും. 10 മിനിറ്റിൽ 9 കുപ്പി അച്ചാർ 2 പേരൂടെ നിറയ്ക്കും. അങ്ങനെയാണെങ്കിൽ 9 മണിക്കൂറിൽ 9 മണിക്കൂർ എന്ന് പറയുമ്പോ നമ്മൾ അതിന് ഇവിടെ മിനിറ്റിലായതുകൊണ്ട് ഈ മണിക്കൂറിനെ മിനിറ്റിലോട്ട് മാറ്റണം. അപ്പോൾ 9 ഗുണം 60 ആണ് മിനിറ്റിലോട്ട് മാറ്റുന്നത്. അപ്പോൾ എത്ര എന്ന് കിട്ടും? 540 മിനിറ്റ് എന്ന് കിട്ടും. 540 മിനിറ്റിൽ എത്ര കുപ്പി നിറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 10 മിനിറ്റില് 9 കുപ്പി നിറയ്ക്കാൻ കഴിയുമെങ്കിൽ 540 മിനിറ്റില് എത്ര കുപ്പി നിറയ്ക്കാൻ കഴിയും?
അല്ലെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 540 ഗുണം 9/10 അല്ലെ? 0 0 കൂടെ വെട്ടി 540-നെ 9 കൊണ്ട് 540 9 കൂടെ ഗുണിക്കണം അല്ലെ? 54 ഗുണം 9 ചെയ്യണം. 9 ഗുണം 4 36 ശിഷ്ടം 3. 9 ഗുണം 5 45 3 48 അല്ലെ? അപ്പൊ എത്രയാണ് ആൻസർ? 486 ആണ്. ശരിയല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ജോലിക്കാർക്ക് ഒരു ജോലി ചെയ്തു തീർക്കാൻ 16 ദിവസം വേണം എങ്കിൽ 2x ജോലിക്കാർക്ക് ആ ജോലി ചെയ്തു തീർക്കാൻ ആവശ്യമായ ദിവസം കാണുക. എക്സ് ജോലിക്കാർക്ക് ഒരു ജോലി ചെയ്തു തീർക്കാൻ 16 ദിവസം വേണം അല്ലെ? എക്സ് ജോലിക്കാർക്ക് വേണ്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. എക്സ് ജോലിക്കാർക്ക് 16 ദിവസം വേണ്ട ജോലി എക്സ് ജോലിക്കാരുടെ 16 ദിവസത്തെ ജോലി 2x ജോലിക്കാർ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എന്ന് ചോദിക്കുമ്പോൾ x ഗുണം 16/2x ചെയ്താൽ പോരെ? എക്സ് ജോലിക്കാരുടെ 16 ദിവസത്തെ ജോലി 2x ജോലിക്കാർ എത്ര ദിവസം കൊണ്ട് ചെയ്യും? അപ്പോൾ x ഗുണം 16/2x ചെയ്താൽ മതി. x കൂടെ വെട്ടിപ്പോകും. 16 2 കൂടെ വെട്ടിയാൽ എത്ര എന്ന് കിട്ടും? 8 എന്ന് കിട്ടും. അപ്പോൾ 2x ജോലിക്കാർക്ക് ആ ജോലി തീർക്കാൻ വേണ്ട സമയം എന്ന് പറയുന്നത് അതിന്റെ പകുതിയാണ്. അതായത് ആളുകളുടെ എണ്ണം ഡബിൾ ആയി. എക്സ് ജോലിക്കാരുണ്ടായിരുന്ന സ്ഥാനത്ത് 2x ജോലിക്കാരായി അല്ലെ? ആളുകളുടെ എണ്ണം ഡബിൾ ആകുമ്പോൾ വേണ്ടിവരുന്ന ദിവസങ്ങളുടെ എണ്ണം എന്താകും? പകുതിയാകും എന്നല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ വേണ്ടിവരുന്ന ദിവസങ്ങളുടെ എണ്ണം പകുതിയാകും. അപ്പോൾ എത്ര എന്ന് കിട്ടും? ആൻസർ 16ന്റെ പകുതി 8 എന്ന് കിട്ടും. ഒന്നുകൂടെ പറയാം. എക്സ് ജോലിക്കാർക്ക് ഒരു ജോലി ചെയ്തു തീർക്കാൻ 16 ദിവസം വേണം അല്ലെ? എക്സ് ജോലിക്കാർക്ക് 16 ദിവസം വേണം എന്ന് പറയുമ്പോൾ അവിടുത്തെ ആകെ വർക്ക് എന്ന് പറയുന്നത് x ഗുണം 16 ആണ്. എങ്കിൽ 2x ജോലിക്കാർക്ക് ആ ജോലി ചെയ്തു തീർക്കാൻ ആവശ്യമായ ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 2x. എക്സ് ജോലിക്കാരുടെ 16 ദിവസത്തെ ജോലി 2x ജോലിക്കാർ എത്ര ദിവസം കൊണ്ട് ചെയ്യും? എക്സും കൂടെ വെട്ടാം. 16ഉം 2 കൂടെ വെട്ടിയപ്പോൾ എത്ര എന്ന് കിട്ടി? 2 എന്ന് കിട്ടി അല്ലെ? അപ്പൊ എത്രയാണ് ആൻസർ? 2 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ജോലിക്കാർക്ക് ഒരു ജോലി ചെയ്തു തീർക്കാൻ 16 ദിവസം വേണം എങ്കിൽ 2x ജോലിക്കാർക്ക് അതിന്റെ പകുതി ജോലി ചെയ്തു തീർക്കാൻ ആവശ്യമായ ദിവസം കണക്കാക്കുക. എക്സ് ജോലിക്കാർക്ക് ആ ജോലി ചെയ്യാൻ വേണ്ട ദിവസങ്ങൾ എന്ന് പറയുന്നത് 16 ആണ്. അങ്ങനെയാണെങ്കിൽ 2x ജോലിക്കാർക്ക് ആ ജോലി ചെയ്യാൻ വേണ്ട ദിവസങ്ങൾ എത്രയാണ്? 2x ജോലിക്കാർക്ക് അതിന്റെ പകുതി ജോലി ചെയ്തു തീർക്കാൻ ആവശ്യമായ ദിവസങ്ങളാണ് കാണുന്നത്. അപ്പോൾ x പേരുടെ 16 ദിവസത്തെ ജോലി 2x ജോലിക്കാർ എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നാണെങ്കിൽ, അങ്ങനെയല്ല നമ്മുടെ ചോദ്യം. എക്സ് ജോലിക്കാരുടെ 16 ദിവസത്തെ ജോലി 2x ജോലിക്കാർ എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നായിരുന്നു ചോദ്യമെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ലേ ചെയ്യുന്നത്? x ഗുണം 16/2x അല്ലെ? എക്സും കൂടെ വെട്ടാം. 16ഉം 2 കൂടെ വെട്ടി എത്ര കിട്ടിയേനെ? 8 കിട്ടിയേനെ അല്ലെ? അപ്പോൾ 2x ജോലിക്കാർക്ക് ആ ജോലി മൊത്തം തീർക്കാൻ വേണ്ടി വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് 8 ആണ്. നമ്മുടെ ഇവിടുത്തെ ചോദ്യം അതിന്റെ പകുതി ജോലി ചെയ്ത് തീർക്കാൻ ആവശ്യമായ ദിവസങ്ങളാണ്. അപ്പോൾ ആകെ വേണ്ടി വരുന്ന ദിവസങ്ങൾ 8 ആണെങ്കിൽ അതിന്റെ പകുതി ചെയ്ത് തീർക്കാൻ വേണ്ടി വരുന്ന ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 8ന്റെ പകുതി ആയിരിക്കത്തില്ല. എത്ര ആയിരിക്കും? 4 ദിവസങ്ങളായിരിക്കും ജോലി ചെയ്ത് തീർക്കാൻ വേണ്ടി വരുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. എക്സ് ജോലിക്കാർക്ക് ഒരു ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം? 16 ദിവസം വേണം. അപ്പോൾ ആകെ വർക്ക് എന്ന് പറയുന്നത് x × 16 ആണ്. എങ്കിൽ 2x ജോലിക്കാർക്ക് അതിന്റെ പകുതിയാണ് നമ്മുടെ ചോദ്യം. 2x ജോലിക്കാർക്ക് ആ ജോലി തീർക്കാൻ വേണ്ടി വരുന്ന ദിവസങ്ങളാണെങ്കിൽ x ഗുണം 16/2x എന്ന് ചെയ്താൽ മതിയല്ലോ അല്ലെ? x ഓടെ ക്യാൻസൽ ആയി. 16ഉം 2 കൂടെ വെട്ടിയായി 8 കിട്ടും. അപ്പോൾ 2x ജോലിക്കാർക്ക് ആ ജോലി തീർക്കാൻ വേണ്ടി വരുന്ന ദിവസങ്ങൾ എന്ന് പറയുന്നത് 8 ആണ്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ചോദ്യം 2x ജോലിക്കാർക്ക് അതിന്റെ പകുതി ജോലി തീർക്കാൻ വേണ്ടി വരുന്ന ദിവസങ്ങളാണ്. ആകെ വേണ്ടി വരുന്ന ദിവസങ്ങളാണ് 8. അങ്ങനെയാണെങ്കിൽ പകുതി ജോലി തീർക്കാൻ വേണ്ടി വരുന്ന ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ പകുതി ആയിരിക്കത്തില്ലേ? അപ്പോൾ 8/2 ആയിരിക്കത്തില്ലേ? എത്രയായിരിക്കും? 4 ആയിരിക്കും. ശരിയല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ. 2 പുരുഷന്മാരും 4 ആൺകുട്ടികളും ഒരു ജോലി 8 ദിവസം കൊണ്ടും 3 പുരുഷന്മാരും 2 ആൺകുട്ടികളും 6 ദിവസം കൊണ്ടും പൂർത്തിയാക്കും അല്ലെ? എങ്കിൽ 12 ആൺകുട്ടികൾ അത് പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും? 2 പുരുഷന്മാർക്കും 4 ആൺകുട്ടികൾക്കും 8 ദിവസം വേണ്ട ജോലിയാണ്. അതുപോലെ 3 പുരുഷന്മാർക്കും 2 ആൺകുട്ടികൾക്കും 6 ദിവസം വേണ്ട ജോലിയാണ്. അങ്ങനെയാണെങ്കിൽ 12 ആൺകുട്ടികൾ അത് പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും എന്നാ ചോദ്യം. ഈ ടൈപ്പ് 3 ക്വസ്റ്റ്യനുകൾ നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോ എന്ത് ചെയ്യാം? വീഡിയോ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക.